ഹായ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ എക്സാം സീസണാണ്. എക്സാം കഴിഞ്ഞു നമുക്ക് ഓണം വരും. അപ്പോൾ ഈ എക്സാം സമയത്തുള്ള ടയേർഡ്നെസ്സും സ്ലീപ്ലെസ്നെസ്സും ഒന്നും നമ്മുടെ ഓണം അച്ചാറിനെയും ഓണത്തിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് എക്സാം സീസൺ പ്ലസ് സെൽഫ് കെയർ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുഖം ഐസ് വെച്ച് റബ്ബ് ചെയ്യും. ഇത് നമ്മുടെ മുഖം നമ്മൾ ടയേർഡായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഉണർത്താനായിട്ട് ഇത് ഭയങ്കര എഫക്റ്റീവാണ് ഈ ഐസ് റബ്ബിങ്ങും. അതിൻ്റെ ഒപ്പം നമ്മുടെ മുഖത്തുള്ള വ്രിങ്കിൾസും പഫിനെസ്സൊക്കെ ഈ ഐസ് റബ്ബിങ്ങിലൂടെ നമുക്കത് മാറ്റാൻ പറ്റും. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സ്റ്റഡി സെഷനിലോട്ട് കയറും. ഇപ്രാവശ്യം ഞാൻ പഠിക്കുക, കാരണം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പഠിക്കുമ്പം ഞാൻ എപ്പോഴും മാർക്ക് ചെയ്ത് പഠിക്കും. എനിക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടം പെൻസിലിട്ട് ബുക്കിൽ മാർക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഈ ഓരോന്നും പഠിക്കുമ്പോഴും ഞാൻ ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വരുമ്പം ഞാൻ ബുക്കിലോട്ട് എഴുതി വയ്ക്കും. കാരണം നമ്മൾ എത്ര വായിച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മളൊന്ന് എഴുതാതെ എൻ്റെ തലയിലോട്ട് എനിക്കിങ്ങനെ കയറാറില്ല. അപ്പോൾ എഴുതുമ്പോൾ എനിക്കൊരു ഓർമ്മ നിൽക്കും. നമ്മൾ ഈ സൈഡിൽ നമ്മൾ മാറ്റി എഴുതിയതാ നമുക്ക് ഓർമ്മ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ മാറ്റി എഴുതുമ്പോൾ നമുക്കൊരു ഓർമ്മ നിൽക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് അതാണ്. പിന്നെ ചിലവർക്ക് ഈ ബുക്കിൽ മാർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല, പക്ഷേ ഞാനത് ഭയങ്കര യൂസ്ഫുള്ളാണെന്നേ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഈ റാൻഡമായിട്ട് എക്സാംസിന് കാണുന്നതിന് മുമ്പ് റാൻഡമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇത് കാണുന്ന ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിരിക്കുമല്ലോ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് എക്സാമിന് വരാമല്ലോ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ ലുക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് അത് എക്സാമിന് അപ്ലൈ ചെയ്യാം. ആ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കും. അപ്പോൾ ഈ ബ്രേക്ക് സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ സ്മോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഈ സമയത്ത് എടുക്കണേ. ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് ഞാൻ എല്ലാം ഭയങ്കര ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ലൈക്ക് 1-2 വെച്ച് ഓരോന്നും എടുത്തിട്ടുള്ളൂ. പക്ഷെ ചിലത് ഭയങ്കര വൈറലാ. ഈ മാല ഭയങ്കര ഡിമാൻഡുള്ള മാല, അതുകൊണ്ട് ഞാനത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ മാല. ഞാൻ താഴെ അക്കൗണ്ട് മെൻഷൻ ചെയ്തേക്കാം. ഇപ്പം ഇൻ കേസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കറക്റ്റ് സൺലൈറ്റും വേണം, അതിൻ്റെ ഒപ്പം ഈ മാലയുടെ കറക്റ്റ് ഭംഗി അങ്ങോട്ട് കാണാൻ പറ്റണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം എല്ലാം പെർഫെക്റ്റായിട്ട് ക്യാമറ ഫോക്കസ് ആവണം, മാലയുടെ ഡീറ്റെയിലിങ് കാണാൻ. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് സെക്ഷനിലോട്ട് കടന്നു. ഇപ്രാവശ്യവും ഞാൻ കുറച്ചധികം എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ എടുക്കുന്നത് തന്നെ. അപ്പോൾ എന്തോരം പേപ്പറാണ് പഠിക്കാനുള്ളതെന്ന് കണ്ട് ഞാൻ കുറച്ച് ഞെട്ടിയിരുന്നു. പക്ഷേ ഒറ്റയടിക്കൊണ്ട് ഇതെല്ലാം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മോസ്റ്റ്ലി പ്രീവിയസ് ഇയർ പ്രിഫർ ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ച് ഏതാണോ അത് ഞാൻ കൂടുതൽ പഠിച്ചിട്ട് പോരാൻ ചാൻസ്. കാരണം ലാസ്റ്റ് മിനിറ്റ് പഠിക്കുമ്പോഴത്തേക്കും ഈ ഫുൾ പ്രിൻ്റ് ഔട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഒട്ടും തോന്നുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായി നോക്കും. എന്നിട്ട് അതിനകത്തുള്ളത് മൊത്തം പഠിച്ചിട്ടേ പോകും. കാരണം അതിനകത്തുള്ളതൊക്കെ മെജോറിറ്റിയും വരും. എങ്ങനെയും കറങ്ങിത്തിരിഞ്ഞ് അതിനകത്തുള്ളത് തന്നെ വരും. അപ്പം ഇൻ കേസ് ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മീ ടൈം എടുത്തു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയിൽസ് വളർത്താനും നെയിൽ പോളിഷ് ഇടാനും. ഐ എം ഒബ്സസ്ഡ് വിത്ത് നെയിൽ പോളിഷ്. എനിക്ക് നെയിൽ പോളിഷ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നെയിൽ പോളിഷ് ഇങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓണം വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാതെ വളർത്തി വെക്കും. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് മാത്രമേ എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നെയിൽ പോളിഷ് ഇടും. പിന്നെ ഞാൻ ഈ 2 കളറിൽ ഏതിടുമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ അവസാനം ഞാൻ റെഡിൽ തന്നെ എത്തിച്ചേർന്നു. കാരണം നേരത്തെ ഞാൻ പേസ്റ്റല്ല നിന്നത്. അപ്പോൾ ഞാൻ റെഡ് ഇടാമെന്ന് വെച്ചു. പെട്ടെന്ന് വരും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് ഞാൻ വെക്കാറില്ല. എനിക്ക് ആർട്ടിഫിഷ്യൽ നെയിൽസിനെക്കാട്ടിൽ എനിക്കിഷ്ടം എൻ്റെ ഒറിജിനൽ നെയിൽസിനെ. കാരണം അത് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എത്ര നെയിൽ പോളിഷ് ഒബ്സഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒറ്റ സ്ട്രോക്കിൽ പുറത്തോട്ടൊന്നും പോകാതെ നെയിൽ പോളിഷ് ഇടാൻ എനിക്കറിയത്തില്ല. ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിൽ നിന്ന് മാറ്റാറാണ് പതിവ്. പിന്നെ പ്രോ ടിപ്പ് പറയാം. ഇൻ കേസ് നെയിൽ പോളിഷ് ഇങ്ങനെ എന്നെപ്പോലെ അത്രക്കിട അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ എവിടെയെങ്കിലും പോകുന്നതിന് ഒരു ദിവസം മുന്നേ ഇട്ട് വെച്ചാൽ നമ്മൾ അടുത്ത ദിവസം ഈ കൈയൊക്കെ മുഖമൊക്കെ കഴുകുമ്പം നമ്മുടെ ഈ സൈഡിലുള്ളതൊക്കെ പൊക്കോളും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നെയിൽ പോളിഷ് ഇരുന്നോളും. അപ്പം ഇതാണ് കേട്ടോ ഞാൻ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷമുള്ള ആഫ്റ്റർ ലുക്ക്. എനിക്കും ഇതേപോലെ എന്തെങ്കിലും ഒബ്സഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ശബ്ദം മാറി വരുന്ന കോൾഡ് ആയതുകൊണ്ടാണ് അതൊന്ന് കൺസിഡർ ചെയ്തേക്കണേ. ഇത് ഞാൻ ഇന്ന് കണ്ട പുതിയ പൂച്ചയായിട്ടോ. എൻ്റെ കണ്ണ് കണ്ടു. എനിക്കെന്തോ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് ഇഷ്ടപ്പെട്ടു. പിന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. അപ്പോൾ ഈ മഴ മാറിയിട്ട് പുറത്ത് പോകാം. ഓണത്തിനുള്ള ഡ്രസ്സും അങ്ങനത്തെ വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഈ മഴ മാറിയതിന് ശേഷം പുറത്ത് പോകാമെന്ന് പറഞ്ഞ സെറ്റപ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ മാറാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് ആ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ഏരിയയിൽ മാത്രമേ മഴയുള്ളൂ. ഒക്കെ നല്ല വെയിൽ. എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഗ്രോസറി ഷോപ്പിങ്ങിലോട്ട് പോയി. ഈ മൈലോ ഡ്രിങ്ക് ഞാൻ കുറേ പേര് കൊള്ളാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. പക്ഷേ നല്ല ചോക്ലേറ്റി ഡ്രിങ്ക് ആയിരുന്നു. അത് ഇനി കൊറിയൻ നൂഡിൽസ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര
ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ സ്പൈസിനെസ്, എന്നിട്ട് കുറച്ച് സ്പൈസ് കഴിക്കുള്ളൂ, പക്ഷേ അതിൻ്റെ എരിവ് കൊള്ളാൻ ഇഷ്ടം. പിന്നെ കുറേ ക്യൂട്ട് സംഭവങ്ങൾ കണ്ടു. ഒന്നും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ മുട്ടായി സെക്ഷൻ കണ്ട് നമ്മൾ വിടാറേ ഇല്ലല്ലോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുട്ടായി. പിന്നെ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചില്ലെങ്കിലും ഒരു കേക്ക് അവിടെ പോയാൽ വാങ്ങും. ഈ കേക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവിടെ ഞാനൊന്നും അങ്ങനെ കാണാറില്ല, ഭയങ്കര റയറായിട്ട് കാണുള്ളൂ. ഈ കടയിൽ പോകുമ്പോൾ മാത്രമേ ഈ കേക്ക് ഞാൻ കാണാറുള്ളൂ. പിന്നെ ഈ ഷുഗറി അല്ലാത്ത എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് പോലത്തെ ഡ്രിങ്ക് വാങ്ങാമെന്ന് വെച്ചു. കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പം ഒരു സ്കിൻ കെയർ ചെയ്തു. ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ടാൻ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ കുറച്ച് ഹൈഡ്രേറ്റും കുറച്ചൊരു പ്ലംബിയും കുറച്ചൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടാനായിട്ട് ഈ മാസ്ക് ഭയങ്കര ബെനഫിഷ്യലാണ്. ഇതിന് വേണ്ടത് ബീട്രൂട്ട് പൗഡർ വേണം, കടലമാവ് വേണം, മഞ്ഞൾപ്പൊടി വേണം. എന്നിട്ട് അത് തണുത്ത തൈരിൽ ഇടണം. തണുത്ത തൈരില്ലേ, ചില സ്കിന്നിന് തൈര് ചേരില്ല, ചിലർക്ക് പാലായിരിക്കും. എനിക്ക് പാൽ ചേരില്ല, അത് ഞാൻ തൈരിട്ടെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏതാ നോക്കുക, എന്നിട്ട് അത് വെച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്തോട്ടിടണം. ഈ തണുത്ത തൈരിടുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തണുത്ത തൈര് പ്രിഫർ ചെയ്യുന്നത്. തണുത്ത തൈരിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം മുഖത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം മുഖത്തിട്ട് വയ്ക്കണം. മുഖത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ കഴുത്തിലിടാൻ മറക്കരുത്. മെജോറിറ്റി ആൾക്കാരും കഴുത്തിലിടാനായിട്ട് മറക്കും. കാരണം ഇതിട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തെ ടാൻ പോകും, കഴുത്തിലെ ടാൻ അവിടെ തന്നെ കാണും. അപ്പോൾ രണ്ടിനും കൂടെ ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പം കഴുത്തും മുഖവും വേറെ കളറായിരിക്കും. നമ്മൾ കഴുത്തിലും കൂടെ ഇടണം, നല്ലതാണ്. ഈ പാക്ക് ഒരുവിധം ഡ്രൈ ആകുമ്പോഴേ കഴുകിക്കളയണം. കുറേ നേരത്തേക്ക് വയ്ക്കരുത്, മുഖത്ത് വ്രിങ്കിൾസ് വരും. പിന്നെ രാത്രി ഒരു പോമോഗ്രാനൈറ്റ് ജ്യൂസും കുടിച്ചു. HBക്കും സ്കിൻ ഗ്ലോയിങ്ങിനൊക്കെ ഒരു ബെസ്റ്റ് ജ്യൂസാണ് പോമോഗ്രാനൈറ്റ്. ഇതെല്ലാം ചെയ്തിട്ടും വെള്ളം കുടിച്ചില്ലേ ഒരു രക്ഷയില്ല. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ എക്സാം സീസൺ പ്ലസ് സ്കിൻ കെയർ വ്ളോഗ്. ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതിലേക്കും ബൈ.